പ്രത്യേകിച്ച് ഈ ഒരു തുടക്കത്തിൽ വീണ്ടും ഈ ഒരു പാട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു തിയേറ്ററിനകത്ത് കിട്ടിയ ആ ഒരു ഹൈ മൊമെൻറ്റ് നമ്മുടെ വാരി വരസി കട്ടലിಗೆ ആസി കടുക്കല്ലയാന്ത പത്താസ. അപ്പം ആ ഒരു സംഭവം എല്ലാം ഭയങ്കര ഹൈ ആയിരുന്നു. അങ്ങനെ ഏറെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരുന്ന ദുരന്തർ 2 എന്ന സിനിമ ഞാൻ ഇന്ന് കണ്ടു. ഇന്ന് റിവ്യൂ ഷോ ആയിരുന്നു 5 മണിക്ക് ഇവിടെ. ഭയങ്കര തിയേറ്ററെല്ലാം ഹൗസ്ഫുള്ളായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഹിന്ദി സിനിമയ്ക്ക് ഒരു ഫസ്റ്റ് ഡേ ഇത്രയും വലിയൊരു തിയേറ്ററിൽ, ഇവിടെ മാത്രമല്ല റിലീസാവുന്ന ഏകദേശം എല്ലാ സ്ക്രീനുകളിലും ഒരു ഹൗസ്ഫുൾ ഷോ ഒക്കെ ഉള്ളത്. അപ്പം നമ്മുടെ ആ ഒരു പഴയ ഒരു കാലഘട്ടമൊക്കെ ഓർമ്മിപ്പിച്ചായിരുന്നു. അപ്പം ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ ദുരന്തർ ഫസ്റ്റ് എന്ന സിനിമ ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ കണ്ടതല്ലായിരുന്നു. ഇറങ്ങി ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രം ആ ഒരു വേർഡ് ഓഫ് മൗത്ത് എല്ലാം കണ്ട് കയറിയതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ആ ഒരു ദുരന്തർ ഫസ്റ്റ് ഒരു സർപ്രൈസസുകളുടെ ഒരു കൂമ്പാരമായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മളൊരു ടിപ്പിക്കൽ ബോളിവുഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു ടോപ്പിക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഒരു ഇതിങ്ങനെ ആയിരിക്കും എന്ന് വെച്ചിട്ട് പോയിട്ട് അതിനെല്ലാം തച്ചുടയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ദുരന്തർ ഫസ്റ്റിൽ കണ്ടത്. അപ്പം ഭയങ്കര അത്രത്തോളം നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ പോയിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സർപ്രൈസിങ് ആയിട്ട് തന്നിട്ടുള്ളൊരു ഔട്ട്കം തന്ന ഒരു സിനിമയായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബോളിവുഡിൻ്റെ ഒരു തിരിച്ചുവരവല്ലേ എന്നൊക്കെ നമ്മൾ തോന്നിപ്പിച്ച ഒരു സിനിമ കൂടെ ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സിനിമ കാണാൻ വരുമ്പോഴത്തേക്കും എക്സ്പെക്റ്റേഷൻ ഭയങ്കര വലുതായിരുന്നു. ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും പ്രത്യേകിച്ച് ട്രെയിലറിൽ ആ ഒരു ആരി ഒരു 80s കിഡ് എന്നല്ല, ആ ഒരു പഞ്ചാബി ആ ഒരു ട്രാക്ക് നമ്മൾ പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ബോംബെ റോക്കേഴ്സിൻ്റെ ആ ഒരു ട്രാക്കെല്ലാം പ്രത്യേകിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഒരു 80s കിടുന്ന രീതിയിൽ നമ്മളൊരു ബിഫോർ ഈ മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ സമാനമായിട്ടുള്ള കുറേ മ്യൂസിക് ചാനലുകൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ഈ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ തുടങ്ങി നേരെ കഥയിലേക്ക് കടക്കുന്നു. കുറേ ഫാൻ തിയറികളെല്ലാം തച്ചുടയ്ക്കുന്ന ഒരു രീതിയിലാണ് സിനിമയുടെ കഥ ആ ഒരു ആദ്യ പകുതിയെല്ലാം പോയത് തന്നെ. പ്രത്യേകിച്ച് ഈ ഒരു തുടക്കത്തിൽ വീണ്ടും ഈ ഒരു പാട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു തിയേറ്ററിനകത്ത് കിട്ടിയ ആ ഒരു ഹൈ മൊമെൻറ്റ് നമ്മുടെ വാരി വരസി കട്ടലിಗೆ ആസി കടുക്കല്ലയാന്ത പത്താസ. അപ്പം ആ ഒരു സംഭവം എല്ലാം ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷേ പിന്നീട് ഒരു സിനിമയുടെ ഒരു നോർമൽ മോഡിലേക്ക് പോയി. കാരണം നമ്മൾ തന്നെ എനിക്ക് തന്നെ തോന്നി ഇനിയിപ്പം എന്ത് കാണിക്കാനാണെന്നുള്ള രീതിയിലൊക്കെ തോന്നി. പക്ഷേ ഓക്കെ, ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഒക്കെ കൊണ്ടുപോയി ഒരു ഇൻ്റർവെല്ലിൽ ഒരു ഹൈ ഒരു പഞ്ച് കിട്ടുന്ന രീതിയിൽ കൊണ്ട് എത്തിച്ചായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കും എല്ലാം കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ ഔട്ട്കം വന്നിട്ടുണ്ട്. മീൻസ് ഏകദേശം ഒരു ഔട്ട്കം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്കിതൊരു ദഹിക്കാത്ത പോലെ തോന്നി. കാരണം നമ്മൾ ഈ ഒരു സിനിമ പ്രത്യേകിച്ച് നമ്മുടെ ഈ അടുത്ത കുറേ വർഷങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ YRF സ്പൈ യൂണിവേഴ്സൊക്കെ കണ്ടിട്ട് ഓവർ ദ ടോപ്പ് ആക്ഷനും കാര്യങ്ങളും ഇതെല്ലാം അതിനെയൊക്കെ ഈ ഒരു സിനിമ കണ്ടിട്ട് എല്ലാവരും നോർത്ത് ഇന്ത്യൻസും ഫുൾ ഇന്ത്യൻസും ആ ഒരു YRF യൂണിവേഴ്സിനെയൊക്കെ ബാഷ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു സിനിമ കാണൂ, നിങ്ങൾ ദുരന്തർ 1 കാണൂ, എങ്ങനെയാണ് ഒരു സ്പൈ സിനിമ എടുക്കുന്നത് എന്നൊക്കെ രീതിയിലൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു സംഭവം പോയില്ല. ഇടയ്ക്കൊരിക്കൽ ഒരു മസാലയുടെ ഒരു അതിപ്രസരമെല്ലാം കയറി വന്നതുപോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ തെലുങ്ക് മസാല അതൊന്നും ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ ഒരു അരമണിക്കൂറെങ്കിലും ഒരു കട്ട് ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ ഒരു ബെറ്റർ ഔട്ട്കം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി വ്യക്തിപരമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു സിനിമയുണ്ട്, തമിഴ് സിനിമ ഇറങ്ങി ഭയങ്കര ഹിറ്റായതാണ്. പക്ഷേ ആ ഒരു സിനിമ എനിക്ക് വ്യക്തിപരമായിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയായിരുന്നു. കാരണം ആ ഒരു സിനിമയിൽ കാണിച്ചത് നമ്മൾ ദേശവിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതാണ് നമ്മൾ അനധികൃതമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കിടക്കുക, നമ്മുടെ പോലീസ് അതിന് അവരുടെ സെൻറ്റിമെൻറ്റ്സ് കണ്ടിട്ട് അവരുടെ ഇതിൽ വീഴുക, അതിനുശേഷം അനധികൃതമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അവസാനം നമ്മുടെ ഇന്ത്യക്കാരിൽ തന്നെ ഒരു ചിലരെ നോർത്ത് സൗത്ത് നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് വില്ലന്മാരാക്കി കാണിക്കുക. പിന്നെ നമ്മൾ അന്യരാജ്യക്കാരെ ഇമിഗ്രൻസിന് നമുക്കൊരു എന്താ പറയുക അങ്ങനെ കാണിക്കുക. അതൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു സിനിമ. അപ്പോഴത്തേക്ക് പലരും പറഞ്ഞു ഇതൊരു സിനിമാറ്റിക് സംഭവമാണ്, സിനിമാറ്റിക് ആ ഒരു എക്സ്പീരിയൻസ് മാത്രം അങ്ങനെ വെച്ച് മാത്രം കാണുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ദേശസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നില്ല, ഇങ്ങനെ ഓപ്പണായിട്ട് കാണിക്കുന്നില്ല എന്നുള്ളൊരു എനിക്കൊരു ചോദ്യം എനിക്കുണ്ട്. കാരണം ഇങ്ങനെയൊക്കെയാണോ, അല്ലെങ്കിൽ ഇതൊക്കെ ആരാണ് ഇതിൻ്റെയൊക്കെ അപ്രൂവൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സെൻസർ ബോർഡിന് ഇതൊക്കെ ഒരു അനുവാദം കൊടുത്തോ എന്നുള്ളൊരു ചോദ്യമൊക്കെ എനിക്കുണ്ടായി. അതൊക്കെ മാറ്റി വെച്ച് ജസ്റ്റ് ഒരു സിനിമാറ്റിക് സംഭവം, ഇത് നേരത്തെ പറഞ്ഞല്ലോ ടൂറിസ്റ്റ് ഫാമിലി കണ്ടപ്പോഴത്തേക്കും പലർക്കും അങ്ങനെ ആ ഒരു രീതിയിലൊരു ചിന്തയെ പോലും തോന്നിയില്ല. ചിലപ്പോൾ എൻ്റെ വികലമായ ചിന്തയായിരിക്കും എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരിക്കലും ലോജിക്കില്ല. കാരണം ദുരന്തർ ഫസ്റ്റ് നോക്കിയാൽ നമുക്ക് ആ ഒരു എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കാണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഔട്ട്കം ആയിരുന്നു. സെക്കൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ലോജിക്കും കാര്യങ്ങളും, കാരണം ഈ പാകിസ്ഥാനികൾ അൾട്ടിമേറ്റ്ലി മണ്ടന്മാരൊന്നുമല്ല എല്ലാ പാകിസ്ഥാനികളും നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്.
കാണിക്കുന്ന പോലെ. അപ്പം ആ ഒരു ലോജിക്കലി നമുക്ക് ഒരു എവിടെ ഒരു ഡിസ്കണക്ഷൻ പോലെ തോന്നി. പിന്നെ വീണ്ടും ഇതെൻ്റെ ഒരു വികലമായുള്ള ചിന്തകളായിരിക്കും. ഒരുപക്ഷെ ഇത് കാണുന്നവർ ഒരുപക്ഷെ എന്നെ ദേശദ്രോഹി രാജ്യദ്രോഹിയായിട്ടൊക്കെ അവർക്ക് പറയാമെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഹോണസ്റ്റ്ലി എനിക്ക് ഇത്രയും ഇങ്ങനെയൊക്കെയാണ് തോന്നിയത്. പിന്നെ പറയുന്ന പോലെ ഓക്കെ കണ്ടുകൊണ്ടിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അരമണിക്കൂറൊക്കെ കട്ട് ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെയൊക്കെ ഒരു ബെറ്റർ ഔട്ട്കം ഉണ്ടാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് സിനിമയെക്കുറിച്ചിട്ട് ഓവറോൾ പറയാനുണ്ടായിരുന്നത്.